ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഷാക്ഷുക്ക ഉണ്ടാക്കിയാലോ. ഈ ഷാക്ഷുക്ക ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ചപ്പാത്തി, പൂരി, പുട്ട് ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. കുറച്ച് ബ്രെഡ് ഉണ്ടോ അതങ്ങോട്ട് ചൂടാക്കി ഇതിൻ്റെ കൂടെ മുക്കി അങ്ങോട്ട് കഴിക്കുക. സംഭവം ഭയങ്കര എളുപ്പമല്ലേ. ഈ ചപ്പാത്തി, പൂരി, പുട്ടൊന്നും ഉണ്ടാക്കേണ്ട ഒരു ബുദ്ധിമുട്ടേ ഇല്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഈ സംഭവം ഈ ഷാക്ഷുക്ക എന്ന് പറയുന്നത് ഈ മുട്ട റോസ്റ്റിനും മുട്ടക്കറീൻ്റെ ഒക്കെ ഏട്ടനും അനിയനൊക്കെ ആയിട്ട് വരും ടേസ്റ്റിൽ. പക്ഷേ ഇതിൻ്റെ പേര് കുറച്ച് വെയിറ്റ് ഉള്ളതാണെന്ന് മാത്രം. അപ്പം ആദ്യം ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി തക്കാളി നല്ലോണം വഴണ്ട് വന്നാൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും പൊടികൾ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ പൊടികൾ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ വിട്ടാൽ മതി കേട്ടോ. കുറേ വെള്ളം ഒഴിച്ചു കൊടുത്ത് സംഭവം കറി പോലെ ആക്കണ്ട. ഇനി ഈ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 4 കുഴി കൊത്തി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 എഗ്ഗ് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ 4 കുഴി കൊത്തിന്. നിങ്ങൾ എത്ര എഗ്ഗാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മാത്രം കുഴി കൊത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു കുഴിയിലേക്ക് എഗ്ഗൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു അലങ്കാരത്തിന് കുറച്ച് മല്ലിയിലയും ചില്ലി ഫ്ലേക്സും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ യോക്ക് കുക്കാവാൻ പറ്റില്ല കേട്ടോ. നമ്മളൊരു ബ്രെഡ് എടുത്ത് കുത്തുന്ന സമയത്ത് അതിങ്ങനെ ഒലിച്ച് വരണം. അതാണ് അതിൻ്റെ ആ ഒരു പരുവം. ഇനിയിപ്പോൾ ആ സംഭവം ഇതേപോലെ ഒന്ന് സെറ്റായിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കുക. ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റി മെനക്കെടൊന്നും വേണ്ട കേട്ടോ. ഒരു ടോസ്റ്റ് ചെയ്ത ബ്രെഡ് എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്ന് ഇങ്ങനെ കുത്തി കൊടുത്താൽ അതിങ്ങനെ ഒലിച്ച് വരണം. ഇതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ എങ്ങനെ ട്രൈ ചെയ്ത് നോക്കല്ലേ.